ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാള് തിരുസഭ ഇന്ന് ആചരിക്കുന്ന ദിവസമാണല്ലോ. സ്പെയിനിൽ ആവില എന്ന നഗരത്തിൽ ജനിച്ച അമ്മ ത്രേസ്യ നവീകൃത കർമ്മലിത്ത സഭയുടെ സ്ഥാപകയായി അറിയപ്പെടുന്നു. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവളുടെ മുദ്രാവാക്യം. 1533 അവൾ കർമ്മല സഭയിലെ അംഗമായി ചേർന്നു. ദൈവിക പ്രചോദനത്താൽ പിയൂസ് 4 പാപ്പായുടെ അനുവാദത്തോടെ അവൾ കർമ്മല സഭയെ നവീകരിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തു. വിശുദ്ധയുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ഔസേപ്പിതാവിനോടുള്ള ആദരവ് സഭയിൽ വളർന്നത്. 1882 ഒക്ടോബർ 4 ദൈവമേ, ഞാൻ തിരുസഭയുടെ ഒരു മകളാണ് എന്നുച്ചരിച്ചുകൊണ്ട് അവൾ മരിച്ചു. 15 ഗ്രിഗോറിയോസ് മാർപ്പാപ്പ 1622 ത്രേസ്യായെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. മാലാഖയെപ്പോൾ പരിശുദ്ധയായ കന്യക എന്ന വിശേഷണത്തോടു കൂടിയാണ് സഭ ഇവിടെ ആചരിക്കുന്നത്. നിഗൂഢമായ ആന്തരിക ജീവിതത്തിന്റെ രഹസ്യങ്ങൾ ക്രമവും വ്യക്തവുമാക്കിയത് വിശുദ്ധയാണ്. അവളുടെ രചനകളെല്ലാം തന്നെ ആധ്യാത്മിക നിഗൂഢതയുടെ ഇതിഹാസങ്ങളാണ്. അമ്മ ത്രേസ്യായുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിത്തറ പ്രാർത്ഥനയ്ക്ക് അമ്മ ത്രേസ്യ കൊടുത്ത വലിയ പ്രാധാന്യമാണ്. നാം ഒരിക്കലും പ്രാർത്ഥന ഉപേക്ഷിക്കരുതെന്ന് വിശുദ്ധ ത്രേസ്യ നിർബന്ധിക്കുന്നു. കത്തോലിക്ക ചരിത്രത്തിലെ പ്രാർത്ഥനയുടെ ഏറ്റവും ക്ലാസിക്കൽ നിർവചനം നൽകുന്നത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയാണ്. എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാവുന്നവരുമായി ഒറ്റയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല പ്രാർത്ഥന. അതായത് പ്രാർത്ഥന എന്നാൽ ദൈവവുമായി ചങ്ങാതത്തിലാകുക എന്നർത്ഥം. ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പ്രാർത്ഥനയുടെ വിവിധ പദവികളെ തോട്ടം നനയ്ക്കുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് വിശകലനം ചെയ്യുന്നത്. നനയ്ക്കൽ 4 വിധത്തിൽ ചെയ്യാം. 1, കിണറ്റിൽ നിന്ന് വെള്ളം കോരി നനയ്ക്കൽ. അധ്വാനം കൂടുതലും ഫലം വളരെ നിസ്സാരവുമാണ് ഇവിടെ. 2ാമത്തെ നനയ്ക്കൽ ജലചക്രം ഉപയോഗിച്ചുള്ള നനയ്ക്കൽ. ഇതിനും ഏറെ അധ്വാനം ആവശ്യമാണ്, എങ്കിലും ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഫലമുളവാണ്. 3ാമത്തെ രീതി ജലസേചന രീതികൾ ഉപയോഗിക്കുക, തോട്, കനാൽ മുതലായവയിലൂടെ. ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്നും കാര്യമായ അധ്വാനം ആവശ്യമില്ല. 4ാമത്തെ രീതി മഴ മൂലമുള്ള നനയ്ക്കൽ. ഇതിന് നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അധ്വാനവും നടത്തേണ്ടതില്ല, എന്നാൽ ഫലം ഏറ്റവും കൂടുതലുമാണ്. ഇതുപോലെയാണ് പ്രാർത്ഥന. നാം പലപ്പോഴും പ്രാർത്ഥിക്കാനായി വളരെയേറെ കഷ്ടപ്പെടുന്നു, പക്ഷെ യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. കിണറ്റിൽ നിന്നും വെള്ളം കോരി നനയ്ക്കുന്നത് പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. നാം പ്രാർത്ഥിക്കുന്നത് ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ചാണ്. എന്നാൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ മഴയെ വർഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവാനുഭവം കൊണ്ട് കുതിർക്കും. ദൈവത്തെ സ്വന്തമാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം അവനുമായി സൗഹൃദത്തിലാകുക എന്നതാണെന്ന് അമ്മ ത്രേസ്യയുടെ ജീവിതം പഠിപ്പിക്കുന്നു. ഈശോയ്ക്ക് ഇപ്പോൾ നിങ്ങളുടേതല്ലാതെ ഈ ഭൂമിയിൽ കരങ്ങളോ കാലുകളോ ഇല്ല. ക്രിസ്തു അനുകമ്പയോടെ ഈ ലോകത്തെ നോക്കുന്ന കണ്ണുകൾ നിങ്ങളുടേതാണ്. നന്മ ചെയ്യാനായി ക്രിസ്തു സഞ്ചരിക്കുന്ന കാലുകൾ നിങ്ങളുടേതാണ്. ലോകത്തെ ആശീർവദിക്കാനായി ക്രിസ്തു ഉയർത്തുന്ന കരങ്ങൾ നിങ്ങളുടേതാണ് എന്ന അമ്മ ത്രേസ്യയുടെ വാക്കുകൾ ജീവിതത്തിന് തെളിമ നൽകുന്നു. മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുവാനുള്ള മാർഗം സ്വയം നവീകരണത്തിലാണ് ആരംഭിക്കുന്നത് എന്ന സത്യം അമ്മ ത്രേസ്യ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു. അമ്മ ത്രേസ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈശോയുടെ കുരിശായിരുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ സന്യാസ ജീവിതത്തിലുടനീളം പരിശുദ്ധ കന്യകാമറിയത്തെ അളവറ്റ് സ്നേഹിച്ചിരുന്നു. ഉത്തരീയം അണിയുവാൻ അവൾ നിരന്തരം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ വിശുദ്ധ അമ്മ ത്രേസ്യ നമുക്ക് നിരന്തരം പ്രചോദനമാകട്ടെ. ഹൃദയത്തിന്റെ അഗാധതയിൽ
ക്രിസ്തുവുമായി നടത്തുന്ന സ്നേഹ സംഭാഷണങ്ങളാകട്ടെ നമ്മുടെ ജീവിതത്തിന് ശക്തിയും സൗന്ദര്യവും സമ്മാനിക്കേണ്ടത്. ഇതേ ദിവസം വിശുദ്ധ അമ്മ ത്രേസ്യായുടെ സ്വർഗീയ മധ്യസ്ഥം അപേക്ഷിച്ച ഈശോയോട് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.